ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ റിവ്യൂസ് ഓൺ. ഇപ്പൊ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ ഈ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി എക്സാം ഡേറ്റ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഏപ്രിലാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ എക്സാമിനേഷൻ സെന്ററിലും വന്നിട്ടുണ്ട്. അപ്പൊ എത്ര പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്, ഡിസ്ട്രിക്ട് വൈസ് എത്ര പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്, ഇന്റർവ്യൂയുടെ ഷെഡ്യൂൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതിലിപ്പോ 6-ാം തീയതി ആകുമ്പോൾ രണ്ട് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് ഒറ്റ ഒരു സെന്റർ എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തേക്കുന്നത്. ഓക്കെ, രണ്ട് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില സ്ഥലങ്ങൾ 3 ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് ഒരു സെന്റർ എന്നുള്ള രീതിയിൽ. ഇപ്പം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി 3 ഡിസ്ട്രിക്റ്റിന് വേണ്ടിയിട്ട് അവർ കോട്ടയത്താണ് വെച്ചേക്കുന്നത്. എറണാകുളം, ആലപ്പുഴയ്ക്ക് വേണ്ടി എറണാകുളം വെച്ചു. തൃശ്ശൂർ, പാലക്കാടിന് വേണ്ടി തൃശ്ശൂർ വെച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാടിന് വേണ്ടി അവിടെ കോഴിക്കോട് വെച്ചു. കണ്ണൂർ, കാസർഗോഡിന് വേണ്ടി കണ്ണൂർ വെച്ചു. ഈ ഒരു രീതിയിലാണ് അവർ എന്ത് ചെയ്തേക്കുന്നത്, എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇന്റർവ്യൂ അതാത് ഡിസ്ട്രിക്ട് സെന്ററിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. അതിന് മുന്നേ എത്ര അപ്ലിക്കേഷൻസ് ആണ് ഇന്നില്ലാരും നമുക്ക് നോക്കാം. ഇപ്പം തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 273 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റില് 273 പേരാണ് അപ്ലൈ ചെയ്തത്. ഏകദേശം 40 വേക്കൻസിയാണ് അവിടെ ഉള്ളത്. അതേപോലെ ഇപ്പം കൊല്ലത്താണെന്നുണ്ടെങ്കിലോ 185 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തേക്കുന്നത്. 185 പേര് കൊല്ലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൊല്ലത്തെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെന്റർ ആശ്രമം, അവിടെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ വെള്ളയമ്പലത്തിലാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ പത്തനംതിട്ട ആണെങ്കിൽ അവിടെ 80 പേരെ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അതേപോലെ കോട്ടയത്താണെങ്കിലോ അവിടെ 134 പേരെന്തേ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ബിടെക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ആയിട്ടും അപ്ലിക്കൻസ് അവിടെ പൊതുവെ കുറവാണ്. ഇതൊരു പെർമനന്റ് പോസ്റ്റ് അല്ല എന്നുള്ളതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഇപ്പൊ ഇടുക്കിയിലാണെങ്കിൽ അവിടെ വെറും 79 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ നമ്മൾ എറണാകുളത്തേക്ക് വരുവാണെങ്കിൽ അവിടെ 222 പേര് മാത്രമാണ് എറണാകുളത്ത് അപ്ലൈ ചെയ്തേക്കുന്നത്. 222. ആലപ്പുഴയാണെങ്കിൽ 180 പേരെന്തേ ആലപ്പുഴ അപ്ലൈ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരാണെങ്കിൽ 199 പേരെന്തേ തൃശ്ശൂർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പാലക്കാട് 173 പേര് പാലക്കാട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കോഴിക്കോടാണെങ്കിൽ 132 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. മലപ്പുറത്താണെന്നുണ്ടെങ്കിൽ 178 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വയനാടാണെങ്കിൽ വെറും 54 പേര് മാത്രമേ വയനാട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കണ്ണൂരാണെങ്കിലോ 162 പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. കാസർഗോഡ് ആണെങ്കിൽ വെറും 89 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കറസ്പോണ്ടിങ് ആയിട്ട് ഇന്റർവ്യൂ ഡേറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് 8-ാം തീയതി തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 6-ാം തീയതി, ഇപ്പം ഏപ്രിൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ 8-ാം തീയതി തൊട്ട് എന്ത് ഇന്റർവ്യൂ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോരോ ഡിസ്ട്രിക്റ്റില് അതാത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററിൽ വെച്ചിട്ടാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ കറസ്പോണ്ടിങ് ടൈം സ്ലോട്ട് ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് ഇത് ഓൾറെഡി നിങ്ങൾക്ക് അവിടെ പോസ്റ്റർ വഴി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ചിലപ്പോൾ ഈ അപ്ലിക്കൻസ് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.